നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ വർഷം ഇത് മൂന്നാം തവണ കേരളത്തിലേക്ക് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. ഫെബ്രുവരി 27 തിരുവനന്തപുരത്താണ് എത്തുക. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് എത്തുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും 1 മണിക്കൂർ സമയം അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റം സംഭവിക്കുമെന്നും കുമ്മനം പറഞ്ഞു. വൻ വരവേൽപ്പാണ് പദയാത്രയ്ക്ക് കേരളം നൽകി വരുന്നതെന്നും കേന്ദ്രമന്ത്രിമാരും അതുപോലെ കേന്ദ്ര സംസ്ഥാന നേതാക്കളും അണിചേർന്ന പദയാത്ര വിജയകരമാക്കുന്നത് സാധാരണ ജനങ്ങളാണെന്നും ബിജെപി നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളിലും മോദി നൽകുന്ന ഗ്യാരണ്ടിയിലും വിശ്വാസം പുലർത്തിയാണ് അവരെല്ലാം ബിജെപിക്കൊപ്പം എത്തുന്നത്. കേരളത്തിൽ വലിയ മാറ്റത്തിന് വഴി തുറക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെന്നും പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അതേസമയം പദയാത്രയ്ക്കിടെ തിരക്കിട്ട കെ സുരേന്ദ്രനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ദേശീയ നേതൃത്വം. പദയാത്ര പകരക്കാരെ ഏൽപ്പിച്ചാണ് അദ്ദേഹം പോയിരിക്കുന്നത്. എറണാകുളത്ത് MT രമേശും മലപ്പുറത്ത് അബ്ദുള്ളക്കുട്ടിയുമാണ് പദയാത്ര നയിക്കുക. ഉടൻ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തിരുവനന്തപുരം അടക്കമുള്ള ബിജെപി പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബിജെപി സ്ഥാനാർത്ഥികളുടെ പട്ടിക 25-ന് മുൻപ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. 25-ന് വൈകിട്ട് 7-ന് ഡൽഹിയിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ പങ്കെടുക്കാൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള ഘടകത്തിന്റെ അഭിപ്രായം സ്വരൂപിച്ച് എത്താനാണ് പറഞ്ഞിരുന്നത്. 25-ന് രാത്രി തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് പറഞ്ഞു കേട്ടിരുന്നതെങ്കിലും സിനിമാ നിർമ്മാതാവ് G സുരേഷ് കുമാറും പരിഗണനയിലുണ്ട്. സ്ഥാനാർത്ഥിയാക്കുകയെന്ന ഉദ്ദേശത്തിലാണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ട ജനുവരി 1 സുരേഷ് കുമാറിനെ ബിജെപി സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് വിവരം. സ്ഥാനാർത്ഥി പട്ടികയിൽ 4 വനിതകളും 4 ന്യൂനപക്ഷ സമുദായ അംഗങ്ങളും ഉണ്ടാകും. KK ശൈലജ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിൽ വടകരയിൽ ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കിയേക്കും. ആലത്തൂരിൽ രേണു സുരേഷ്, അതുപോലെ ആലപ്പുഴയിൽ ലിഷ രഞ്ജിത്ത് എന്നിവരാണ് പരിഗണിക്കപ്പെടുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ. BDJS-ന് നൽകുന്ന ഇടുക്കിയിൽ വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന് ബിജെപി നിർദ്ദേശിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ PC ജോർജിന്റെ പേരാണ് പരിഗണിച്ചിരിക്കുന്നതെങ്കിലും അവസാന നിമിഷം ഇത് മാറാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.